പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ സർവ്വജ്ഞ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഈ കൂടിവരവ് നമുക്കൊരു കുറവല്ല, വലിയൊരു അനുഗ്രഹമായി മാറുവാൻ സർവ്വജ്ഞനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ചിന്തിക്കുന്നത്, നമ്മളെ രക്ഷിക്കുന്നത് ആരാണ് നമ്മളെ രക്ഷിക്കുന്നത്? ആരിലൂടെയാണ് നമുക്ക് രക്ഷ കടന്നു വരുന്നത്? മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളിലൂടെയാണോ അതോ ചില വ്യക്തികളിലൂടെയാണോ നമുക്ക് രക്ഷ കടന്നു വരുന്നത്? ഇന്ന് ഒരു വിഭാഗം ജനങ്ങൾ ദൈവമെന്ന് പറഞ്ഞ് തടിയിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിലും അതുപോലെ ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ വാർപ്പ് വിഗ്രഹങ്ങളൊക്കെ ആശ്രയം വെച്ചിട്ട് അതിനെ കുമ്പിടുകയും അതിനെ ആരാധിക്കുകയും അതിനെ വണങ്ങുകയും അതിന് നോട്ടുമാലയും പൂമാലയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലവർ ആഘോഷമായി നടത്തുന്നുണ്ട്. അതിലവർ ആനന്ദം കണ്ടെത്തുന്നു, ആഹ്ലാദം കണ്ടെത്തുന്നു, അവരാഘോഷം നടത്തുന്നു. ദൈവത്തിൻ്റെ നീതിക്ക് യോജിച്ചതാണോ? നമ്മൾ ചിന്തിക്കണം. ദൈവം തന്നിരിക്കുന്ന 10 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്നൊരു ഓർഡർ നമുക്കിരിക്കെ, ഇതെല്ലാം മറന്നിട്ട് ഈ വചനത്തെ ഈ കൽപ്പനയെ കാറ്റിൽ പറത്തിയിട്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം മറ്റുള്ള സംസ്കാരത്തിൽ നിന്നുള്ളത് നമ്മളെടുത്ത് അതിനെ നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന നിന്ദനമായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ കൽപ്പനയെ നിന്ദിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വചനമൊക്കെ വായിക്കുന്നവരാണ്. വചനം വായിക്കുമ്പോൾ നമുക്ക് ഒരിടത്തും വിശുദ്ധ ബൈബിളിൽ ഒരു ഭാഗത്ത് പോലും ദൈവത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു രൂപമോ ഒന്നിൻ്റെയും രൂപം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം തിരുവചനം ഇപ്രകാരം പറയുക: മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ വെള്ളത്തിനടിയിലോ ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് എന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ഒന്നിൻ്റെയും രൂപം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞേക്കുന്നത്. ചിലതിൻ്റെ മാത്രം ഉണ്ടാക്കാമെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ദൈവത്തെ മാത്രം ഉണ്ടാക്കാമെന്നല്ല പറഞ്ഞത്. ഒന്നിൻ്റെയും സ്വരൂപം നീ ഉണ്ടാക്കാൻ പാടില്ല, പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല, ആരാധിക്കാനായിട്ട് നീ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിനെയൊക്കെ നമ്മളങ്ങ് മറക്കുകയാണ്. ഇന്ന് ലോകം എങ്ങനെ പോകുന്നു അതുപോലെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. യെശയ്യായുടെ പുസ്തകത്തിൽ 44-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ ഒരു തിരുവചനം ഇപ്രകാരം പറയുക. അതങ്ങനെ ഇപ്രകാരം എഴുതിയിരിക്കുക: ഒരു മനുഷ്യൻ ഒരു തടിക്കഷണം എടുത്ത് അതിൻ്റെ ഒരു ഭാഗമെടുത്ത് ദൈവങ്ങളെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നു, അതിനെ പ്രണമിക്കുന്നു, അതിനെ കുമ്പിടുന്നു, ആരാധിക്കുന്നു. ഇതൊക്കെ ചെയ്യുക. എന്നാൽ മറുഭാഗമെടുത്ത് തീയരിച്ച് ആഹാരം പാചകം ചെയ്യുന്നു. രണ്ടും ഒന്നല്ലേ? ഒരു വസ്തുവിൽ നിന്നല്ലേ ഇതുണ്ടായത്? ഒരു ഭാഗമെടുത്ത് ദൈവങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുമ്പോൾ മറുഭാഗമെടുത്ത് തീയരിച്ച് അത് നല്ല ചൂട് അതുകൊണ്ട് അത് ആഹാരം പാചകം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ഈ തടിക്കഷണത്തെയാണ് ദൈവങ്ങളെന്ന് പറഞ്ഞ് ജനം ആരാധിക്കുന്നത്. ഇത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരൊറ്റ പ്രവൃത്തിയാണ്. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നതാണ് വിഗ്രഹാരാധന. ഈ തടിയിൽ എവിടുന്നാണ് ദൈവത്തിന് പ്രസാദം ഉണ്ടാകുക? ദൈവം തടിയിലാണ് പ്രസാദിക്കുന്നത്. മനുഷ്യനുണ്ടാക്കിയ വിഗ്രഹങ്ങൾ ദൈവം പ്രസാദിക്കത്തില്ലെന്ന് വളരെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 42-ാം അധ്യായം അതിൽ 8-ാം തിരുവചനം പറയുക: എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. ദൈവത്തിനൊരു മഹത്വമുണ്ട്, അതെടുത്ത് മറ്റൊരാൾക്ക്, എത്ര വലിയ പ്രവാചകനായാലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവാചകന്മാരായാലും ദൈവദാസന്മാരായാലും അവർക്കാർക്കും ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തിട്ടില്ല. ഒരു കൊത്തു വിഗ്രഹങ്ങളും കൊടുത്തിട്ടില്ല. മഹത്വം കർത്താവ് പറയുക മറ്റാർക്കും നൽകിയിട്ടില്ല. എൻ്റെ സ്തുതി ഞാൻ കൊത്തു വിഗ്രഹങ്ങൾ കൊടുക്കത്തില്ല. അപ്പോൾ കൊത്തു വിഗ്രഹങ്ങൾക്ക്, മനുഷ്യനുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്തുതി കൊടുക്കാൻ പാടില്ല. ഹല്ലേലൂയ. അത് കൊടുക്കേണ്ടത് സ്തുതികളുടെ സിംഹാസനത്തിരിക്കുന്ന യേശു തമ്പുരാന് തന്നെയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ആ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. അത് ആത്മാവിൽ സത്യത്തിലുമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. ഇതെല്ലാം മറന്നിട്ട് നമ്മൾ ലോകം എങ്ങനെ പോകുന്നു അതനുസരിച്ച് പോകുന്നു. അത് ദൈവനീതിയല്ല, ദൈവത്തിൻ്റെ കൽപ്പന ലംഘനം തന്നെയാണ്. നമുക്ക് ഈ വിഗ്രഹാരാധനയൊക്കെ എവിടുന്നാണ് കടന്നു വന്നത്? നമ്മൾ ചിന്തിക്കണം, നമ്മൾ അറിയണം. മെസോപ്പൊട്ടാമിയയിലും ഈജിപ്തിലും സിറിയയിലുമൊക്കെ വലിയ രീതിയിലുള്ള വിഗ്രഹാരാധന ഉണ്ടായിരുന്നു.
വിഗ്രഹങ്ങൾക്ക് പ്രത്യേക വസ്ത്രങ്ങളൊക്കെ അതിനെ അണിയിക്കുമായിരുന്നു. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഏതെങ്കിലും ഒരു രൂപ എടുത്ത് വെച്ചിട്ട് അതിനകത്തൊരു പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രങ്ങൾ അതിനകത്ത് ഓൾറെഡി കാണും. പക്ഷേ എന്നാൽ തന്നെയും നമ്മളൊരു വസ്ത്രമൊക്കെ അതിനകത്ത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതുപോലെ അവിടെയും ഈജിപ്തിൽ ഇതുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈജിപ്തുകാർ വിഗ്രഹാരാധന ശക്തമായി നടത്തിയവരാണ്. ഈജിപ്തിൽ നടത്തിയിരുന്നു, സിറിയയിലുണ്ടായിരുന്നു, അതുപോലെ മെസോപ്പൊട്ടാമിയയിലുണ്ടായിരുന്നു. അതെല്ലാം ഇസ്രായേലിൻ്റെ അയൽ രാജ്യങ്ങളായിരുന്നു. ഇവിടെല്ലാം ഇതുണ്ടായിരുന്ന സമയത്ത് നമ്മൾ നോക്കുക, അബ്രഹാമത്തിൻ്റെ പൂർവികർ, തെരഹിൻ്റെ മുൻ തലമുറക്കാർ കുലദൈവങ്ങളെ ആരാധിച്ചിരുന്നതായിട്ട് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ 24-ാം അധ്യായം 2-ാം തിരുവചനമൊക്കെ വായിക്കുമ്പം കാണാൻ പറ്റും. അവർ ഇങ്ങനെ ദൈവങ്ങളെ ഉണ്ടാക്കി ആരാധിച്ചിരുന്നു, കുലദൈവങ്ങളെ ആരാധിച്ചിരുന്നു. പക്ഷേ ഇത് നമ്മൾക്ക് ചെയ്യാൻ, ഇസ്രായേലിന് ഇത് ചെയ്യാൻ അവകാശമുണ്ടോ? ഇസ്രായേലിന് ഇത് ചെയ്യാൻ യാതൊരു അവകാശവുമില്ല. ദൈവം പറഞ്ഞിരിക്കുന്ന വെറുക്കുന്ന വിഗ്രഹത്തെ എല്ലാം നിശേഷം നീക്കിക്കളയേണ്ടതാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ ഇടയിലേക്ക് വന്നത്? നമ്മുടെ ഇടയിൽ വന്നത് 400 വർഷക്കാലം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനം കിടന്നു. അപ്പോൾ അവിടെ കിടന്നപ്പോൾ അവിടുത്തെ ആചാരങ്ങൾ നമ്മൾ പിന്തുടർന്നു, നമ്മുടെ പൂർവികർ പിന്തുടർന്നു. ആ പിന്തുടർന്നതിൻ്റെ ഫലമായിട്ടാണ് അവർ ഈ വിഗ്രഹാരാധനയിലേക്ക് വരാൻ കാരണമായി തീർന്നത്. അവർ ഈജിപ്തിൻ്റെ അടിമത്തിൽ കിടന്നപ്പോൾ അവിടെ വിഗ്രഹാരാധനയും എല്ലാം ഉണ്ടായിരുന്നു. എന്തെല്ലാം തിന്മയുണ്ടോ അതെല്ലാം പ്രവർത്തിച്ചു. കർത്താവിൻ്റെ ഒരു വചനമുണ്ട്, നിങ്ങൾ ഏത് ദേശത്ത് ചെല്ലുന്നുവോ ആ ദേശത്ത് നിങ്ങളുടേതല്ലാത്ത ആചാരങ്ങൾ നിങ്ങൾ പിന്തുടരരുത്. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ആ മറ്റൊരു ദേശത്തോ മറ്റൊരു രാജ്യത്തോ നിങ്ങൾ മറ്റൊരു ദേശത്തെ ഒരു രാജ്യത്ത് പോയാലും നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന്, നിങ്ങൾ പഠിച്ച ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് വ്യതിചരിക്കുന്ന മറ്റേതെങ്കിലും ഉണ്ടായാലും ആ ആചാരങ്ങളൊന്നും നീ പിന്തുടരുത്. അത് മ്ലേച്ഛമാണ്, അത് ദൈവത്തിന് നിന്ദ്യമാണ്, ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല, ദൈവം വെറുക്കുന്നതാണ്. ഹല്ലേലൂയ. ഇത് വളരെ വ്യക്തമായി എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോഴാണ് സീനായി മലയിലേക്ക് മോശ കയറിപ്പോയപ്പോൾ കയറിയിട്ട് തിരിഞ്ഞ് ദൈവം പറഞ്ഞു, നീ നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? സ്വർണ്ണമെല്ലാം വാങ്ങിക്കൂട്ടിയിട്ടു, അതിനകത്ത് ഉരുക്കി അഗ്നി ഉണ്ടാക്കി, അഗ്നിയിലിട്ട് കൊടുത്തു. അഗ്നിയിൽ ഉരുകി വന്നപ്പോൾ ഒരു കാളക്കുട്ടിയെ കിട്ടി, അതിനെ ആരാധിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. കണ്ടോ, ഇതെവിടുന്നാ വന്നത്? ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ എങ്ങനെയാ വന്നത്? അവർ ഈജിപ്തിൽ കിടന്നപ്പോൾ അവരുടെ സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് വന്നു. അയൽക്കാരൻ്റെ സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് വന്നു. മറ്റുള്ള ജാതിയിലുള്ള സംസ്കാരം നമ്മളിലേക്ക് കടന്നു വന്നു. ഇതാണ് നമ്മുടെ ഇടയിലേക്ക് വരാൻ കാരണമായി തീർന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ആരാധന രീതികൾ അനുകരിക്കേണ്ടവരല്ല, നമ്മൾ അതിനെയൊക്കെ വെറുക്കേണ്ടവരാണ്. നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ 3 യുവാക്കളെ നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ നെബൂഖദ്നേസർ രാജാവ് ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കണമെന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാവരും അതിനെ ആരാധിക്കാൻ തയ്യാറായി. എന്നാൽ 3 യുവാക്കൾ കർത്താവിൻ്റെ നാമം വഹിക്കുന്നവരായിരുന്നു. അവർ കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുന്നവരായിരുന്നു. പക്ഷെ അവരോട് പറഞ്ഞു, രാജാവ് പറയുക, നിങ്ങൾ ഈ വിഗ്രഹത്തെ ആരാധിച്ചില്ല എങ്കിൽ നിങ്ങളെ തീച്ചൂളയിലിടും. ആരാ പറയുന്നത്? ഭരണാധികാരി പറയുക, നീ ഈ വിഗ്രഹത്തെ ആരാധിച്ചില്ലെങ്കിൽ, ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചില്ലെങ്കിൽ നിന്നെ തീച്ചൂളയിലിടും. അപ്പോൾ ഈ 3 യുവാക്കളെ ഒരേ സ്വരത്തിൽ പറയുക, നീ തീച്ചൂളയിലിട്ടാലും അവിടുന്ന് രക്ഷിക്കാൻ കഴിവുള്ള ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഓ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും പവറോടുകൂടി പറയാൻ ശക്തി എവിടുന്നാണ് ലഭിച്ചത്? ഇവരും മനുഷ്യനുണ്ടാക്കിയ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടല്ല, ഇവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ നാമം കത്തുന്നുണ്ടായിരുന്നു. തീ പോലെ ജ്വലിക്കുന്ന ശക്തി അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അവർ പറയാനിടയായി തീർന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ പറഞ്ഞു, നീ തീച്ചൂളയിൽ ഇട്ടാലും അവിടുന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളെ അവിടുന്ന് തീച്ചൂളയിൽ രക്ഷിച്ചില്ലെങ്കിലും നീ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ലെന്ന് പറയാൻ അവർക്ക് ധീരതയുണ്ടായി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഭക്തന്മാർ ശക്തന്മാരും ധീരന്മാരുമായിരിക്കാൻ കർത്താവ് പറഞ്ഞത്. നമ്മൾ ലോകം പോകുന്നവരല്ല നമ്മൾ പോകേണ്ടത്, അവിടെയൊക്കെ നമ്മൾ എതിർത്ത് നിൽക്കണം. അപ്പോൾ നിങ്ങളെ തീച്ചൂളയിടുന്നൊരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും അവിടുന്ന് രക്ഷിക്കുവാൻ ജീവനുള്ള ദൈവം നിങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും. അവരെ തീയിലിട്ട രാജാവ് അവരെ വന്ന് നോക്കുമ്പോൾ അഗ്നിയിൽ 3 പേരെ ഇട്ടപ്പോൾ 4 പേര് നിന്ന് നൃത്തം ചെയ്യുന്നത് അവർ കാണാനിടയായി, ദൈവത്തെ ആരാധിക്കുന്നത് കാണാനിടയായി തീർന്നു. ഇതെവിടെ നിന്ന് ഇറങ്ങി വന്നു? അത് ജീവനുള്ള ദൈവം അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരാൻ ഇടയായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നല്ലാത്ത ഒന്നും നമ്മൾ വണങ്ങാനോ ആരാധിക്കാനോ പാടില്ല. എന്നാൽ നിങ്ങൾക്ക് എന്നോടൊരു ചോദ്യം ചോദിക്കാം.
സംഖ്യാപുസ്തകത്തിൽ 21 അധ്യായത്തിൽ അതിന് 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇപ്രകാരമാണ്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർ മോശയ്ക്കും ദൈവത്തിനുമെതിരായി പിറുപിറുത്തു. അങ്ങനെ അഗ്നേയസർപ്പങ്ങൾ ഇറങ്ങി അവരെ കൊത്തിക്കൊല്ലാൻ തുടങ്ങി. അപ്പോൾ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന്, മോശയുടെ സന്നിധിയിൽ വന്ന് പറയുക, ഞങ്ങൾ നിനക്കെതിരെയും ദൈവത്തിനുമെതിരെ പ്രവർത്തിച്ചു പോയി. അങ്ങനെ ഞങ്ങളുടെ ജനത്തെ എല്ലാം പാമ്പ് കൊത്തിക്കൊല്ലുന്നു. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം എന്ന് മോശയോട് മധ്യസ്ഥ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അങ്ങനെ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്താൻ പറഞ്ഞു. സന്തോഷമായില്ലേ? ഇസ്രായേൽ ജനത്തിന് മുഴുവൻ സന്തോഷമായി. ഇന്ന് നമ്മൾക്കും സന്തോഷമാകും ചിലർക്ക്. പക്ഷേ ഈ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തിയെ കൊണ്ട് നിർത്തി. ഹല്ലേലൂയ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ വിഗ്രഹങ്ങളെയും സർപ്പത്തെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ആരാധന ഇങ്ങനെ നടത്താൻ തുടങ്ങി. പിന്നെ ദൈവത്തെ അല്ല നോട്ടം, സർപ്പങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ നോക്കി ആരാധിക്കാനും അതിന് ധൂമാർച്ച നടത്താനൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹെസക്കിയാ രാജാവ് അധികാരമേക്കുന്നത്. 2 രാജാക്കന്മാർ 18:4 മുതൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഹെസക്കിയാ രാജാവ് ഭരണമേക്കുന്ന സമയത്ത് യൗവനക്കാരൻ, 25 വയസ്സേ ഉള്ളൂ, യൗവനക്കാരനാണ്. നോക്കി അക്ഷരപ്രതിഷ്ഠകളും മറ്റുള്ള മ്ലേച്ഛമായ കാര്യങ്ങളും അതുപോലെ മോശം ഉണ്ടാക്കിയ നെഗുഷ്താൻ എന്ന് പറയുന്ന സർപ്പത്തെയൊക്കെ ഇവർ ധൂമാർച്ചന നടത്തുന്നതൊക്കെ കണ്ടിട്ട് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രതി ഈ രാജാവ് ഇതിനെ സകലത്തിനെയും അടിച്ച് തകർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് ജനം പറയുന്നത് മോശ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാം, അത് ദൈവം പറഞ്ഞിട്ടുണ്ടാക്കിയതാ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഈ പിച്ചള സർപ്പത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? രക്ഷിക്കാൻ പറ്റത്തില്ല. നമുക്ക് പിച്ചള സർപ്പമാണ് നമ്മളെ പാപത്തിലേക്കും ശാപത്തിലേക്കും കണ്ണുനീരിലേക്കും എല്ലാം കൊണ്ടുപോയി നമ്മളെ നശിപ്പിച്ച് ഇല്ലാതാക്കിയത്. നിങ്ങൾ ഓർത്തു നോക്കുക, ഏദൻ തോട്ടത്തെ പോലും അവൻ കയറിയിട്ട് ആദത്തെയും ഹവ്വയും വഴിതെറ്റിച്ചു. അങ്ങനെ മനുഷ്യനെ വഴിതെറ്റിക്കുന്നതാണ് സർപ്പം. ഈ സർപ്പത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? രക്ഷിക്കാൻ പറ്റത്തില്ല. ഉൽപ്പത്തി പുസ്തകം 1 പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന ആരാ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്ന് വളരെ വ്യക്തമായി വചനം എഴുതി വച്ചിരിക്കുമ്പോൾ ഈ സർപ്പത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല സഹോദരങ്ങളെ. മോശ ഉയർത്തി നിർത്തി, ശരി തന്നെ. അവർ നോക്കിയപ്പോൾ അവർ കണ്ടത് എന്തിനാണ്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 16 അധ്യായം അതിൻ്റെ 6 തിരുവചനം. അവർ അല്പകാലം താക്കീത് ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിച്ചതിന് താക്കീത് എന്ന നിലയിൽ പീഡനമേറ്റു. അല്പകാലത്തേക്ക് അവർ പീഡനമേറ്റു. ആ പീഡനമേറ്റ സമയത്താണ് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശെടുക്ക് ചെന്ന് നിലവിളിച്ചത്. നിയമത്തിലെ അനുശാസനങ്ങൾ ഓർക്കാൻ വേണ്ടി അവർക്ക് രക്ഷയുടെ ഒരു അടയാളം നൽകി. രക്ഷയുടെ അടയാളം എന്താ? ക്രിസ്തുവാണ്. യേശുവിലാണ് രക്ഷ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിലേക്ക് നോക്കുന്നവരെ രക്ഷ പ്രാപിക്കത്തുള്ളൂ. ദൈവം പറഞ്ഞതുപോലെ തന്നെ മോശ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തി. ഇസ്രായേൽ ജനം അവനെ നോക്കിയാൽ രക്ഷ പ്രാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ പിച്ചള സർപ്പത്തിലേക്ക് അവർ നോക്കി, അവർ കണ്ടത് സർപ്പത്തെ കണ്ടില്ല. കാരണം ഇസ്രായേൽ ജനം പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ പാമ്പുകൾ കൊത്തിക്കൊല്ലാൻ തുടങ്ങിയത്. അവർ ജനമെല്ലാം മരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ മോശയോട് വന്ന് പറഞ്ഞു, ഒരു മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം പാമ്പടിയേറ്റ് മരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ മേൽ നിർത്തുക, അവർ നോക്കുന്ന രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. ഇവർ പാപം ഏറ്റു പറഞ്ഞത് വഴി ഇവരുടെ പാപം അങ്ങ് പോയി. അവർ നോക്കിയപ്പോൾ പിച്ചള സർപ്പത്തെ അവർ കണ്ടില്ല. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16 അധ്യായം അതിൻ്റെ 6 തിരുവചനം പറയാം, അവർ അല്പകാലം താക്കീതെന്ന നിലയിൽ പീഡനമേറ്റു. എങ്ങനെ പീഡനമേറ്റത്? അല്പകാലത്തേക്ക് അവർ പാപങ്ങൾ ഏറ്റുപറയുന്നത് വരെ അവർ പീഡനമേറ്റു. എന്നാൽ അവർ ദൈവത്തിൻ്റെ അനുശാസനങ്ങൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഓർക്കുവാൻ വേണ്ടി ഒരു രക്ഷയുടെ അടയാളം നൽകി. രക്ഷയുടെ അടയാളം എന്താ?
ക്രിസ്തു. രക്ഷയുടെ ആൾ എന്താ? ക്രൂശിലൂടെയാണ് നമുക്ക് രക്ഷയുള്ളത്. ക്രൂശിലൂടെ യേശു ക്രിസ്തു നമുക്ക് രക്ഷ നൽകി. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 തിരുവചനം പറയുക, മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അവർ പിച്ചള സർപ്പത്തേക്ക് നോക്കി അവർ കണ്ടത് യേശുവിനെയാണ് കണ്ടത്, പിച്ചള സർപ്പത്തെ കണ്ടില്ല. അവർ നോക്കിയപ്പോൾ ആ പിച്ചള സർപ്പത്തെ അവർ കണ്ടില്ല, രക്ഷകനെയാണ് കണ്ടതെന്ന് ഇവിടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 16-ന്റെ 7-ാം വാക്യം എഴുതിയിരിക്കുക. അവിടെ 7-ാം വാക്യം പ്രകാരം പറയുക, അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു. അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു. അവർ കണ്ട വസ്തുവിലല്ല രക്ഷപ്പെട്ടത്, അവർ കണ്ട പാമ്പിനാലല്ല രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. എല്ലാറ്റിൻ്റെയും രക്ഷകനായ അങ്ങ് മൂലമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. എന്താ പറഞ്ഞിരിക്കുന്നത്? സർപ്പത്തെ നോക്കിയിട്ടല്ല ഞങ്ങൾ രക്ഷപ്പെട്ടത്, ആ രക്ഷയുടെ അടയാളമായ ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാൻ പറഞ്ഞതുപോലെ അവിടെ യേശു ക്രിസ്തുവിനെ കണ്ട്, ദൈവത്തെ കണ്ട്, ആ ദൈവത്തിലേക്ക് നോക്കിയപ്പോഴാണ് അവർ രക്ഷ പ്രാപിക്കാനിടയായി തീർന്നത്. എല്ലാത്തിൻ്റെയും രക്ഷകനായ അങ്ങ് മൂലമാണ് ഞങ്ങൾ രക്ഷ പ്രാപിച്ചത് എന്ന് ഇവർ പറയാനിടയായി. നിങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 6, 7, 8 തിരുവചനങ്ങൾ വായിക്കണം. എന്ന് വെച്ചാൽ ശത്രുവിനെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം അവിടെ ഇറങ്ങി വന്നതായിട്ടാണ് പറയുന്നത്. അവർ കണ്ട വസ്തുവിനല്ല രക്ഷ പ്രാപിച്ചത്, എല്ലാത്തിൻ്റെയും രക്ഷകനായ അങ്ങ് മൂലം രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. തുടർന്ന് വായിക്കുമ്പോൾ കാണാൻ പറ്റും, അങ്ങാണ് ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിച്ചതെന്ന് ഞങ്ങളുടെ ശത്രുക്കൾക്ക് അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. പാമ്പല്ല രക്ഷിച്ചത്, അങ്ങാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന്, എല്ലാ തിന്മയിൽ നിന്ന് രക്ഷിച്ചതെന്ന് അങ്ങ് ഇതിലൂടെ ശത്രുക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പറയരുത്, ഞങ്ങൾക്ക് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞു, അതുകൊണ്ട് പിച്ചള സർപ്പമാണ് ഞങ്ങൾ രക്ഷിച്ചത് എന്നൊരിക്കലും നിങ്ങൾ പറയരുത്. നിങ്ങൾ പറയണം, എൻ്റെ ദൈവമാണ് രക്ഷ, ദൈവത്തിലാണ് രക്ഷ, യേശുവാണ് രക്ഷ, യേശുവിലൂടെയാണ് രക്ഷ, യേശുവിൻ്റെ രക്തത്താലാണ് രക്ഷ, യേശു മാത്രമാണ് എനിക്ക് വിടുതൽ. ഹല്ലേലൂയ. നമ്മൾ നോക്കുക, പ്രവാചകന്മാരോ അപ്പോസ്തലന്മാരോ യേശുവിൻ്റെ കൂടെ 3.5 വർഷം നടന്ന ശിഷ്യന്മാരോ ആരും ഒരു രൂപവും ഉണ്ടാക്കിയില്ല, ഒരു ചിത്രവും വരച്ചില്ല, ഒരു വിഗ്രഹത്തെയും ചുമന്നതായിട്ട് വിശുദ്ധ ബൈബിൾ കാണുന്നതുമില്ല. നമ്മളിന്ന് ലോകം എങ്ങനെ പോകുന്നു അതിലേക്കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ലോകത്തെ വെറുക്കണം, ക്രിസ്തുവിനെ രക്ഷകനായി നീ സ്വീകരിക്കണം. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിലാണ് സ്വീകരിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നൊരു വചനമുണ്ട്, 1 യോഹന്നാൻ 4:4, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവൻ നിന്റെ ഉള്ളിലിരിക്കുമ്പോൾ നീ മനുഷ്യനുണ്ടാക്കിയതിനെ നോക്കി അതിനെ ആരാധിക്കാനോ അതിനെ കുമ്പിടാനോ അതിനെ വണങ്ങാനോ നിങ്ങൾ പോകരുത്. നിങ്ങൾ ക്രിസ്തുവിലേക്ക് നോക്കണം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആരും വിഗ്രഹത്തെ രൂപത്തെ ഉണ്ടാക്കിയില്ല. നമുക്ക് രക്ഷകനായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനം പറഞ്ഞത്, ദൈവം ആത്മാവാണ്, നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും നിങ്ങൾ ആരാധിക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി മാറും, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. ലോകവസ്തുക്കളിൽ നിന്ന് നിങ്ങൾ മാറി ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് വരണം. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരും ആ ദൈവത്തെ ആരാധിക്കുന്നവരും ആയി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനിലൂടെ രക്ഷ വളരെ വേഗം വന്നു ചേരാനിടയായിത്തീരും. അപ്പോൾ നമുക്ക് ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്, അല്ലാതെ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളെ നമ്മൾ ആരാധിക്കരുത്. പിച്ചള സർപ്പമല്ല ഞങ്ങളെ രക്ഷിച്ചത്, യേശുവാണ് രക്ഷിച്ചതെന്ന് നിങ്ങൾക്ക് ഉറക്കെ വിളിച്ച് പറയാൻ തക്കവണ്ണം ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കണം, ധ്യാനിക്കണം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.